ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡന്റിറ്റീസ് അഥവാ വർഗ സമവാക്യങ്ങളിലെ പേജ് നമ്പർ 45 മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് അല്ലേ? 3 = 2² - 1², 5 = 3² - 2², 7 = 4² - 3². Check whether some other odd numbers can also be written as the difference of two perfect squares. Explain why all odd numbers greater than 1 can be written like this. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ അല്ലേ? 3ഉം 5ഉം 7ഉം ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകളാണ്. അതിനെ രണ്ട് സംഖ്യകളുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ കുറച്ചപ്പോൾ ഈ ഉത്തരം കിട്ടി. ഇനി നമുക്ക് 3 ഓഡ് നമ്പർ, ഒന്നിനേക്കാളിലും വലുതായിട്ടുള്ള ഓഡ് നമ്പേഴ്സിനെ എടുക്കേണ്ടത് അല്ലേ? ഇപ്പൊ 7 കഴിഞ്ഞിട്ട് അടുത്ത ഓഡ് നമ്പർ എന്താ? 9. ഇവിടെ നോക്കിക്കേ, 2, 3, 4 കഴിഞ്ഞ് 5 അല്ലേ വരേണ്ട? 5² മൈനസ് ഇവിടെ 1, 2, 3, 4, അപ്പോൾ 4². ഇത് ശരിയാണോ നമുക്ക് നോക്കാം. 5² എത്രയാണ്? 25 ആണ്. 25 മൈനസ് 4² എത്ര? 16. 25 മൈനസ് 16 അല്ലേ 9. ഇനി 9 കഴിഞ്ഞ് അടുത്ത ഓഡ് നമ്പർ എത്ര? 11. ഇപ്പോൾ ഇവിടെ 2, 3, 4, 5 വരെയായി. ഇപ്പോൾ 6² മൈനസ് 1, 2, 3, 4, 5². അല്ലെങ്കിൽ തന്നെയും അടുത്തടുത്തുള്ള 1 കഴിഞ്ഞ 2 അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ്. ഇപ്പൊ 6² 36 ആണ്. 36 മൈനസ് 25 11 ആണല്ലോ. അപ്പൊ ഇത് കറക്റ്റ് ആണല്ലോ. പക്ഷെ നമുക്ക് ഏത് ഓഡ് നമ്പർ എടുത്താലും ഗ്രേറ്റർ ദാൻ 1 കൂടുതലുള്ള ഏത് ഓഡ് നമ്പർ എടുത്താലും ഇതുപോലെ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഓഡ് നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോം എന്താ? ഓഡ് നമ്പറിന്റെ ഒരു ഓഡ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2n + 1 എന്ന് എഴുതാം. ഒരു ഈവൻ നമ്പറിനെ 2n എന്ന് എഴുതാം. ഓഡ് നമ്പറിനെ അപ്പോൾ 2n + 1 എന്ന് എഴുതാം. ഇനി n + 1 ഹോൾ സ്ക്വയർ എന്താന്ന് നമുക്ക് നോക്കാം. n + 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ n² + 2n + 1 ആണ് അല്ലേ? അപ്പോൾ ഇതിന് ഞാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുവരികയാണ്. അപ്പോൾ n² + 2n + 1 = n + 1 ഹോൾ സ്ക്വയർ. ഈ 2n + 1 എന്താ? ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഒരു ഓഡ് നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോമാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഓഡ് നമ്പർ ആണല്ലോ, റൈറ്റ് സൈഡിൽ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ n², ഈ +n² അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ 2n + 1 മാത്രം വരുന്നു. റൈറ്റ് സൈഡിൽ n + 1 ഹോൾ സ്ക്വയർ മൈനസ് ഈ +n² അപ്പുറത്ത് പോയപ്പോൾ -n² ആയി. ഇതുകൊണ്ട് രണ്ട് നമ്പേഴ്സിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ n + 1 ഹോൾ സ്ക്വയറും n²ഉം അതിന്റെ ഡിഫറൻസ് ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കുക, അടുത്തടുത്തുള്ള നമ്പേഴ്സ് 3 വന്നാൽ 3യേക്കാളും 1 കുറവാണ് 2, 6 വന്നാൽ അതിനേക്കാളും 1 കുറവാണ് 5. ഇവിടെ n + 1 വന്നാൽ അതിനേക്കാളും 1 കുറവല്ല n². അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ തന്നെയല്ലേ അതും വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊരു ഓഡ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എനി ഓഡ് നമ്പർ ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 അടുത്തടുത്തുള്ള നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എഴുതാമല്ലോ. അല്ലെങ്കിൽ എന്ത് പറയാം? ഏതൊരൊറ്റ സംഖ്യയെയും അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്. ഗീവ് റീസൺസ് ഫോർ ദ ഫാക്ട് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 1 ഓൾസോ എൻഡ് ഇൻ 1. വാട്ട് അബൌട്ട് ദ നമ്പേഴ്സ് എൻഡിങ് ഇൻ 5 ആൻഡ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 6? അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ പാർട്ട് നോക്കാം. അതായത് 1 അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയേഴ്സും 1 അവസാനിക്കുന്നത്. വർഗം കണ്ടാലും അതും 1 അവസാനിക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. രണ്ടാമത് തെളിയിക്കേണ്ടത് 5 അവസാനിക്കുന്ന ഏത് നമ്പറിന്റെയും വർഗം കണ്ടുപിടിച്ചാൽ അതും 5 അവസാനിക്കുന്നതെന്ന് കാണണം. മൂന്നാമത്തത് 6 അവസാനിക്കുന്ന ഏത് നമ്പറിന്റെയും വർഗം 6 അവസാനിക്കുന്നതെന്ന് നമുക്ക് കാണണം.
നമുക്ക് ആദ്യത്തെ പാർട്ട് നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 എടുക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. 21. 21 എന്ന് പറയുന്ന ഒന്നിലല്ലേ അവസാനിക്കുന്നത്, ഒന്നിൽ എൻഡ് ചെയ്യണം. ഇതിനെ 20+1 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ ഈ 20 എങ്ങനെ എഴുതാം? 10 × 2 + 1 എന്ന് എഴുതാവോ അല്ലേ? ഇനി 51 എടുത്ത്, അപ്പോൾ 50+1 എന്ന് എഴുതാം. അല്ലെങ്കിൽ 10 × 5 + 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒരു 131 എടുത്തേ, അപ്പോൾ 130 + 1 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ 10 × 13 + 1 എന്ന് എഴുതാം. ഇനി ഈ നമ്പേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? അതായത് വൺസ് പ്ലേസിലുള്ള ഒറ്റയുടെ സ്ഥാനത്തുള്ള 1 നോക്കരുത്, അതിൻ്റെ ഇപ്പുറത്തെ നമ്പർ നോക്കാം. ഈ നമ്പറിനെ 10 കൊണ്ട് ഗുണിച്ചു അല്ലേ, എന്നിട്ട് 1 കൂട്ടി. ഇവിടെ 5നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് 1 ആഡ് ചെയ്തു. ഇവിടെ 13നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1നെ എങ്ങനെ എഴുതാം? 10 × ആ നമ്പർ ആണല്ലോ, ഞാൻ ഇവിടെ സർക്കിൾ ചെയ്തിരിക്കുന്ന നമ്പർ ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ n, ഏത് നമ്പർ വേണമെങ്കിലും വരാം അല്ലെ. അപ്പൊ അതിനെ n എന്ന് എഴുതാം, +1 എന്ന് ഇടാം. അല്ലെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ ആവശ്യമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10n + 1 എന്ന് എഴുതാം. ഇനി ഇതിന്റെ സ്ക്വയറിന് എൻഡ് ചെയ്യുന്നതും 1 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് 10n + 1 ഹോൾ സ്ക്വയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം 10n, അതിന്റെ സ്ക്വയർ പ്ലസ് 2 × 10n × 1 പ്ലസ് 1 സ്ക്വയർ ആണല്ലോ. 10ന്റെ സ്ക്വയർ 100 ആണ്. അപ്പൊ 100n² എന്ന് എഴുതാം. പ്ലസ് ഇട്ടു 2 × 10 × 1, ഇപ്പൊ 20n പ്ലസ് 1ന്റെ സ്ക്വയർ 1 തന്നെ. ഇപ്പൊ നമുക്ക് എങ്ങനെയാ വരേണ്ടത്? ഇതും എൻഡ് ചെയ്യുന്നത് 1ലാവണം അല്ലെ. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ 2 ടേംസ് എടുത്താൽ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. അല്ലെങ്കിൽ ഇതിനകത്ത് 10 കോമൺ ഉണ്ടോ നോക്കാം. 100-നകത്തും 10 എടുക്കുമ്പോൾ 10 അല്ലേ, 10 10s അല്ലേ 100. അപ്പൊ 100n² എന്ന് എഴുതാമല്ലോ. പ്ലസ് 20ന്ന് 10 എടുത്തു, അപ്പൊ ബാക്കി എന്തുണ്ട്? 2. 10 2s ആണ് 20n + 1. ഇതിന് 10ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 10 × അല്ലേ. അപ്പൊ ഇതിന്റെ വൺസ് പ്ലേസിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ എൻഡിങ് എന്തായിരിക്കും? എൻഡ് ചെയ്യുന്നത് 0-ലായിരിക്കും. നമ്പർ എൻഡിങ് ഇൻ 0 എന്ന് എഴുതാം അല്ലേ. കാരണം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലാസ്റ്റ് നമ്പർ 0 വരത്തുള്ളൂ. +1, അതായത് നമുക്കറിയാം വൺസ്, ടെൻസ്, 100 ഇങ്ങനെയല്ലേ പോകുന്നത്. ഒറ്റ 10 100 അങ്ങനെയാണല്ലോ പോകുന്നത്. അതില് ആദ്യത്തെ നമ്പർ എൻഡിങ് ഇൻ 0 ആണ്. അപ്പോൾ വൺസ് പ്ലേസിൽ എന്താണ് കിടക്കുന്നത്? 0 ആണ് കിടക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുകയാണ്? 1 ആഡ് ചെയ്യണം. അപ്പോൾ വൺസ് പ്ലേസിൽ എന്തേ വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. അപ്പൊ നമ്പർ എൻഡിങ് ഇൻ 1 എന്ന് എഴുതാമല്ലോ. ഇതിനെ ഈക്വൽ ടു നമ്പർ എൻഡിങ് ഇൻ 1 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇവിടെ എന്തെഴുതാം? ഒറ്റയുടെ സ്ഥാനത്ത് 0 + 1 ഈക്വൽ ടു അവസാനത്തെ അക്കം എന്തായി? 1 ആയി. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്തെഴുതാം? ഹെൻസ് സ്ക്വയർ ഓഫ് എ നമ്പർ ending in 1 is also ending in 1. അവസാനത്തെ അക്കം 1 ആയ ഏതൊരു സംഖ്യയുടെയും വർഗം അവസാനിക്കുന്നതും 1-ലാണ്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. അതായത് 5-ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗവും 5-ൽ തന്നെയാണ് അവസാനിക്കുന്നത് നോക്കാം. 5-ൽ എൻഡ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് നമുക്ക് എടുത്തു നോക്കാം. ഇപ്പൊ 35നെ എങ്ങനെ എഴുതാം? 30 + 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10 × 3 + 5 എന്ന് എഴുതാം. ഇനി വേറൊരു നമ്പർ 125. അപ്പോ 120 + 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ 10 × 12 + 5 എഴുതാമല്ലോ. അപ്പൊ എന്താ ചെയ്തത്? 10നെ ഈ 5ന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന, അതായത് ഈ ഞാൻ ഇപ്പൊ സർക്കിൾ ചെയ്തിരിക്കുന്ന
നമ്പർ കൊണ്ട് ഗുണിച്ചിട്ട് 5 കൂട്ടിയാൽ മതി അല്ലെ. നമ്പർ എൻഡിങ് ഇൻ 5നെ ഒരു ജനറൽ ആയിട്ട് ഒരു ഫോമാറ്റ് കൊണ്ടുവരണമല്ലോ. എങ്ങനെയാണ്? 5ൽ അവസാനിക്കുന്ന സംഖ്യയെ എങ്ങനെ എഴുതാം? 10 × n പ്ലസ് ഇവിടെ ഏത് നമ്പർ വേണേലും വരാമല്ലോ. 3ന്റെ സ്ഥാനത്ത് 8 വരാം, 12 വരാം, 15 വരാം, 24 വരാം, ഏത് സംഖ്യ വേണേലും വരാം. അപ്പൊ അതിന് കോമൺ ആയിട്ട് n എന്നിട്ടു പ്ലസ് 5 ആണല്ലോ. ഇനി ഇതിന്റെ വർഗം അഥവാ സ്ക്വയർ കണ്ടുപിടിക്കണം. 10n പ്ലസ് 5ന്റെ സ്ക്വയർ കാണുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ടേം 10n അതിന്റെ സ്ക്വയർ പ്ലസ് 2 × 10n × 5 പ്ലസ് 5 സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100 ആണ്. അപ്പൊ 100n സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 2 × 5 10, 10 × 10 100. വീണ്ടും 100 വന്നു. n പ്ലസ് 25 ആണല്ലോ. ഇനി നമുക്ക് ഇതിനെയും 10ന്റെ ഒരു ഗുണിതത്തിന്റെ കൂടെ 5 കൂട്ടുന്ന രീതിയിലാക്കി കൊണ്ടുവന്നാൽ മതിയല്ലോ. നമ്മുടെ എൻഡിങ് ഇതാണല്ലോ 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ രൂപം. അപ്പൊ 10 × ഒരു നമ്പർ പ്ലസ് 5 എന്നാക്കിയാൽ മതിയല്ലോ. പക്ഷെ ഇവിടെ 25 കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 100n സ്ക്വയർ പ്ലസ് 100n പ്ലസ് 20 പ്ലസ് 5 എന്നാക്കാമല്ലോ. കാരണം 5 ആണല്ലോ അവസാനം വേണ്ട. അപ്പൊ 5ന് അങ്ങനെ തന്നെ വെച്ചു. ഇനി ഇത്രയും ഭാഗം നോക്കുക. ആദ്യത്തെ 3 ടേം അതിനകത്തുനിന്ന് 10 പൊതുവായിട്ട് എടുക്കാമല്ലോ. 10 × 100ൽ നിന്ന് 10 എടുത്തപ്പോൾ 10 വന്നു. 10 × 10 ആണ് 100 n സ്ക്വയർ പ്ലസ് ഇവിടെയും 100 ആണ്. അപ്പൊ 10 എടുത്തു. 10 × 10 ആണ് n 100 പ്ലസ് 20ൽ നിന്ന് 10 എടുത്തു. ബാക്കി എന്തുണ്ട്? 2 ഉണ്ട് പ്ലസ് 5. അപ്പൊ ഇതെന്താണ്? 10 കൊണ്ട് ഇതിനെ ഗുണിച്ചു. ഈ ബ്രാക്കറ്റിലുള്ളതിനെ ഗുണിച്ചു. അപ്പൊ അതിന്റെ അവസാനം എന്താ? അവസാനത്തെ അക്കം എന്താണ്? 0 ആണ്. 10 കൊണ്ട് തീരുക. അപ്പൊ എന്തെഴുതാം? നമ്പർ എൻഡിങ് ഇൻ 0 എന്ന് എഴുതാം. 0ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ പ്ലസ് 5. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1s 10s 100, ഒറ്റ 10 100. അതിനകത്ത് അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്ത് അവസാനിക്കുന്നത് 0ആണ് ഇവിടെ. പിന്നെ അതിന്റെ കൂടെ 5 കൂട്ടണം. ഇപ്പുറത്തോട്ട് ഏത് സംഖ്യ വേണമെങ്കിലും വരാം. നമുക്ക് അവസാനത്തെ അക്കം മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് അത് മാത്രം എഴുതാം. 0 പ്ലസ് 5 എന്താ? 5. അപ്പൊ ആൻസർ എന്തെഴുതാം? ഈക്വൽ ടു നമ്പർ എൻഡിങ് ഇൻ 5 എന്ന് എഴുതാവല്ലോ. 5ൽ അവസാനിക്കുന്ന സംഖ്യ എന്ന് എഴുതാവല്ലോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്തെഴുതാം? ഹെൻസ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ എൻഡിങ് ഇൻ 5 ഈസ് ഓൾവേസ് എൻഡിങ് ഇൻ 5. 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം കണ്ടാലും അതും 5ലാണ് അവസാനിക്കുന്നത്. ഇനി ലാസ്റ്റ് പാർട്ടും കൂടെ നമുക്ക് ചെയ്യാം. അതായത് 6ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ വർഗം കണ്ടാലും അതും 6 തന്നെയായിരിക്കും, 6ൽ തന്നെയായിരിക്കും അവസാനിക്കുന്നത് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കുറച്ച് ഉദാഹരണം നമുക്ക് എടുക്കാം. 46, അതിനെ 40 പ്ലസ് 6 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ 10 × 4 പ്ലസ് 6 എന്ന് എഴുതാം. ഇനി 156. അപ്പൊ 156നെ നമുക്ക് എങ്ങനെ എഴുതാം? 150 പ്ലസ് 6 എന്ന് എഴുതാം. അല്ലെങ്കിൽ 10 × 15 പ്ലസ് 6 എന്ന് നമുക്ക് എഴുതാം. അതായത് ഇവിടെ 46 വന്നപ്പോൾ 4നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് 6 കൂട്ടി. 156 വന്നപ്പോൾ 15നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് 6 കൂട്ടി. അപ്പൊ നമുക്ക് നമ്പർ എൻഡിങ് ഇൻ 6, 6ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ എങ്ങനെ എഴുതാം? 10നെ n കൊണ്ട് ഗുണിച്ചിട്ട് 6 കൂട്ടണം അല്ലെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ വർഗം, അതായത് സ്ക്വയർ, അതും 6ലാണ് അവസാനിക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ടേം 10n ആണ്. 10nന്റെ സ്ക്വയർ കാണണം. 2 × 10n × 6 പ്ലസ് 6 സ്ക്വയർ. അപ്പൊ 10ന്റെ സ്ക്വയർ 100, 100n സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 2 × 6 എത്ര വന്നു? 12. 12 × 10 120n പ്ലസ് 6 സ്ക്വയർ 36. നമുക്ക് 6ലാണ് അവസാനിക്കേണ്ടത്. ഇവിടെ 36 ഉണ്ട്. അപ്പൊ 30 പ്ലസ് 6 നമുക്ക് എഴുതാമല്ലോ. ഇനി ഇത്രയും ഭാഗത്ത് 10 കോമൺ എടുക്കാമല്ലോ. 10 ×
10n², കാരണം 10 × 10 ആണ് 100, പ്ലസ് 120 10 എടുത്തു, ബാക്കി 12, 10 × 12 ആണ് 120, n പ്ലസ് 30 10 എടുത്തു, ബാക്കി 3 പ്ലസ് 6. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന നമ്പറിനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ അവസാന നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്പർ എൻഡിങ് ഇൻ 0, 10ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ ആവും, പ്ലസ് 6. അപ്പോൾ 1s, 10s, 100 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ് ആദ്യം വന്നിരിക്കുന്നത്? 0 വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ 6 കൂടെ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എന്തേ വരത്തുള്ളൂ? 6 വരത്തുള്ളൂ. അപ്പം നമുക്ക് എന്തെഴുതാം? നമ്പർ എൻഡിങ് ഇൻ 6 എന്ന് എഴുതാം. 6ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ എന്ന് കിട്ടും. അപ്പം നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്തെഴുതാം? ഹെൻസ് ദ സ്ക്വയർ ഓഫ് any number ending in 6 is always ending in 6. എഴുതാവല്ലോ. 6ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗവും 6ൽ തന്നെ ആയിരിക്കും അവസാനിക്കുക. മനസ്സിലായല്ലോ?